എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നീ സമ്പന്നനാകണം. നീ സമ്പന്നൻ എന്ന് പറഞ്ഞിരിക്കുന്നു, ഭയങ്കര അങ്ങ് വിശ്വാസത്തിൽ അങ്ങ് ഭയങ്കര സമ്പന്നനാണ്, എല്ലാത്തിലും ഭയങ്കര അവസ്ഥ ഇരിക്കുന്നൊക്കെ പറയുന്നു. പക്ഷേ നീ യഥാർത്ഥത്തിൽ സമ്പന്നനാകാനായിട്ട് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നീ വാങ്ങണം. ഇഷ്ടംപോലെ പൊന്ന് കാണും നിനക്ക്, പക്ഷെ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നിന്റെ ആത്മജീവിതത്തിൽ വേണം. എന്താണ് ഊതിക്കഴിച്ച പൊന്ന്? അതിനെ നമുക്ക് കാണുവാൻ കഴിയുന്ന 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, തീയിൽ ശോധന കഴിഞ്ഞ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അപ്പോ ആ ഊതിക്കഴിച്ച പൊന്ന് എന്ന് പറയുന്നത് വിലയേറിയ വിശ്വാസത്തിനെ കാണിക്കുന്നു എന്ന് നമുക്ക് കാണാം ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആ വിശ്വാസവും ദൈവവചനവും നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതായ ആവശ്യമായിരിക്കുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന ദൈവവചനം, ആ വിലയേറിയ വിശ്വാസം തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണ്. അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. അതിന് അതിശുദ്ധിയുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം.